ഹായ് ഗെയ്സ്, എല്ലാവർക്കും ചാവക്കാടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ വാപ്പിയിൽ നിന്നും മഹാരാഷ്ട്രയിലെ നാസിക്കിലേക്കുള്ള യാത്രക്കിടയിലാണ് നമ്മൾ. നമ്മുടെ കോ ഡ്രൈവർ ഖലീൽ ഭായ് ആണ് വണ്ടി ഓടിക്കുന്നത്. ഇത് പേത്ത് ചുരം, ഏകദേശം 100ഓളം കിലോമീറ്റർ ഉണ്ട് വാപ്പിയിൽ നിന്നും നാസിക്കിലേക്ക്. വലിയ 3 പർവ്വതങ്ങൾ താണ്ടി വേണം നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് കടക്കാൻ. ഇപ്പോഴും നമ്മൾ ഗുജറാത്ത് പിന്നിട്ടിട്ടില്ല. പോകുന്ന വഴിക്ക് RTO ചെക്ക് പോസ്റ്റ് ഉണ്ട്. വലിയ വലിയ മലനിരകൾ കാണാം, ചുരം റോഡുകൾ, ഹെയർപിൻ വളവുകൾ, ഇരുവശത്തും കാടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ കാണാം. വളരെ കെയർഫുള്ളോടുകൂടിയാണ് ഖലീൽ ഭായ് വണ്ടി ഓടിക്കുന്നത്. കാരണം ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്. നല്ല റോഡാണെന്നെങ്കിലും വണ്ടികൾ ഒരു കാരണവുമില്ലാതെ മറിയാൻ സാധ്യത കൂടിയ ഒരു ദേശീയപാതയാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ എല്ലാപുരത്ത് വണ്ടി മറിഞ്ഞ് കിടക്കുന്നത് പോലെ ചിലപ്പോൾ ഉറക്കം തൂങ്ങുന്നതാവാം, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റു വാഹനങ്ങളെ ഇടിക്കണ്ട എന്ന് കരുതി വെട്ടിക്കുമ്പോൾ അപകടം സംഭവിക്കുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സൈഡ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡിൽ നിന്നും തെന്നി വെളിയിലേക്ക് പോയി മറിയുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടയർ പൊട്ടിയോ പഞ്ചറായോ ഒക്കെ വണ്ടി മറിയുന്നതാവാം. എന്തായാലും കാരണത്തോടു കൂടിയും അകാരണത്തോടു കൂടിയും ഒരുപാട് വാഹനങ്ങൾ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മറിയുന്ന ഒരു ചുരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഖലീലാണ് വണ്ടി ഓടിക്കുന്നത്. ഖലീൽ ഭായ്, ഖലീൽ ഭായ് കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ഞങ്ങൾ രണ്ടുപേരും മഹേന്ദ്ര ഫ്യൂരിയോയിൽ ആദ്യമായിട്ടാണ്, പ്രത്യേകിച്ച് കടച്ചക്കയുമായി പൈനാപ്പിളുമായി ലോങ് പോകുന്നത്. ഖലീൽ ഭായ് എത്ര വർഷമായി ഈ ഫീൽഡിൽ? 4 വർഷം. നീ ഏതൊക്കെ ടൈപ്പ് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്? ഒട്ടുമിക്ക എല്ലാ ടൈപ്പ് വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഹെവി വെഹിക്കിൾ ഒട്ടുമിക്ക എല്ലാ ഓടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏത് വണ്ടിയിലായിരുന്നു? ഇതിനു മുമ്പ് ഒരു അശോക് ലൈലാൻഡിലായിരുന്നു, ലോറി. അതിനു മുന്നേ ഒരു ടാങ്കറിലായിരുന്നു, പിന്നെ ടോറസിലായിരുന്നു. അങ്ങനെ ഇന്നടുത്തൊന്നുമില്ല. വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് എല്ലാ വണ്ടിയിലും കയറി ഇറങ്ങി ഓടിക്കും. ഖലീൽ ഭായിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ വൈഫും കുഞ്ഞും മാത്രം. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് സന. കുഞ്ഞാണോ പെണ്ണാണോ? ആണാണ്. മോന്റെ പേര്? മോന്റെ പേര് ഇച്ചിരി വലിയ പേരാ, ഐസം ഷെഹസായി. നല്ല സൂപ്പർ പേരാണ്. ആരുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞേ? ഇന്ന് വൈഫിന്റെ ബർത്ത്ഡേ ആണ്. മോന്റെ എന്നാ? മോന്റെ നെക്സ്റ്റ് വീക്ക്, ഡിസംബർ 21. ഓക്കെ, അപ്പം അവർക്ക് വേണ്ടി ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ചാവക്കാടൻ ബ്ലോഗ്സിന് വേണ്ടി നേരുന്നു. അപ്പോൾ ഖലീൽ ഭായ് വണ്ടി ഓടിക്കുകയാണ്. ബോർഡർ താണ്ടി ഏകദേശം 3ഓളം വലിയ പർവ്വതങ്ങൾ എന്ന് തന്നെ പറയാം. ആ പർവ്വതങ്ങളുടെ ഗ്രൗണ്ട് ലെവൽ മുതൽ കറങ്ങി ഏകദേശം അതിൻ്റെ മുകൾ ഭാഗം വരെ ചെന്ന് ഒരു മലയിൽ നിന്നും അടുത്ത മലമുകളിലേക്ക് ചാടിക്കയറി ഏകദേശം ചുരമായിട്ടില്ല, ചുരമാകുന്നതേ ഉള്ളൂ. വാപ്പിയിൽ നിന്ന് തുടങ്ങി ഒരു 100 കിലോമീറ്ററോളമുണ്ട് നാസിക് എന്ന സ്ഥലത്ത്. വാപ്പി ഗുജറാത്തിലാണെങ്കിൽ നാസിക് മഹാരാഷ്ട്രയിലാണ്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഗുജറാത്ത് ചെക്ക് പോസ്റ്റ് കാണാം, ഗുജറാത്തിൻ്റെ പോലീസിൻ്റെ ബാരിക്കേഡ് കാണാം. അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗുജറാത്തിൻ്റെ ബോർഡറിലുള്ള RTO ചെക്ക് പോസ്റ്റ് കാണാം. അങ്ങനെ മനോഹരമായ ഒരു യാത്രയാണ്. നമ്മളവിടുന്ന് ഇങ്ങോട്ട് പൈനാപ്പിളുമായി ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് നമുക്ക് ദൂരമാണ്. അതുപോലെ തന്നെ ഒരു പാർട്ട് ലോഡുണ്ട്, ഒരു 47 ബോക്സ് പ്ലാസ്റ്റിക്. രണ്ടും എറണാകുളത്താണ് നമുക്ക് ഇറക്കാനുള്ളത്. ആക്ച്വൽ ലൊക്കേഷൻ അവിടെ ചെന്ന് പാർട്ടിയെ വിളിച്ചാലേ അറിയൂ. ഓക്കേ.
വലതുവശത്ത് വന്യമൃഗത്തിൻ്റെ ഫോട്ടോ കാണാം. കടുവയോ എലിയോ ഏതാണ്ടാണ്. കടുവയുള്ള കാടാണെന്ന് തോന്നുന്നു. കുത്തനെയുള്ളൊരു ഇറക്കമാണ്. അങ്ങ് ദൂരെ നോക്കിയാൽ മലമുകളിൽ കൂടി വണ്ടി പോകുന്നത് കാണാം. ആ ദൂരെ കാണുന്ന മലമുകളിൽ കൂടി സഞ്ചരിച്ച് വേണം നമുക്ക് നാസിക്കിലെത്താൻ. ഒരു വലിയ ഭൂപ്രദേശത്ത് വലിയ 3 പർവ്വതങ്ങൾ. ആ ഭൂപ്രദേശത്തിൻ്റെ പല പല വശങ്ങളിലായാണ് പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു അത്ഭുതകരമായ ഒരു റൂട്ടാണ്. കുത്തനെയുള്ള ഇറക്കവും കയറ്റവും അതുപോലെ തന്നെ സമനിരപ്പിലുള്ള റോഡും അങ്ങനെ വിവിധ രീതിയിലുള്ള റോഡുകളിൽ കൂടെയാണ് ഈ യാത്ര പുരോഗമിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണാം ഭാരമുള്ള ഒരു വാഹനം വേച്ച് പോകുന്നത്. വാഹനങ്ങളെ മറികടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളവുകളിൽ മാക്സിമം ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. വേഗത ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുമായി ക്രാഷാകും. അതുകൊണ്ട് അപകടകരമായ വളവുകളിൽ ശ്രദ്ധയോടുകൂടി തന്നെ വണ്ടി ഓടിക്കണം. കയറ്റം കയറുകയാണ് വണ്ടി. സമയം 4 മണി കഴിഞ്ഞു. സന്ധ്യയായി കഴിഞ്ഞാൽ ചുരത്തിലെ തിരക്ക് കാണാം. വഴിനീളെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ചായ കുടിക്കാനും സ്നാക്സൊക്കെ കഴിക്കാനുമായി വാഹനങ്ങൾ നിർത്തും. തണുപ്പുള്ളത് കൊണ്ട് തന്നെ വെയിൽ ഒരാശ്വാസമാണ്. വൈകുന്നേരമായെങ്കിലും അത്യാവശ്യം വെയിലിന് നല്ല തീവ്രതയുണ്ട്. ഇതൊരു ഹോട്ടലാണ്. വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഈ റോഡിൽ ചെറിയ ചെറിയ ചെക്ക് ഡാമുകളുണ്ട്. അതിലൊരു ചെക്ക് ഡാമിൽ ഇറങ്ങി ഞങ്ങൾ കുളിച്ചു. നല്ല സൂപ്പർ തണുത്ത വെള്ളമായിരുന്നു. അടിപൊളി ഒരു കുളി പാസ്സാക്കി ഭക്ഷണവും കഴിച്ചിട്ടുള്ള യാത്രയാണ്. നല്ല ഒരു നോർത്ത് ഇന്ത്യൻ ബിരിയാണി കഴിച്ചു. നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി പോലെ നല്ല മസാല, ചിക്കനൊക്കെ നല്ല വേവുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണി.
അനിൽ ഭായ്, ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ കഴിച്ച ചിക്കൻ ബിരിയാണി സൂപ്പർ ആയിരുന്നു. ഇതിനു മുമ്പ് എവിടെയോ കഴിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ 4 കൊല്ലം ദുബൈയിലായിരുന്നു. ദുബൈയിലെവിടെ? ദുബൈയിലെ അജ്മാന്. ഓക്കെ. അവിടെ നോമ്പ് തുറക്കി പള്ളി കൊടുക്കുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ്. നോർത്ത് ഇന്ത്യൻസ് വെക്കുന്നതായിരുന്നോ അതോ? ആയിരിക്കും, നമുക്കറിയില്ല. പള്ളിയിലെ ആര് വെക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടി. ആ ടേസ്റ്റ് കിട്ടി. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ചിലപ്പോൾ വാഹനങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുന്നത് കാണാം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാപ്പൂര് ചുരത്തിൽ ഒരു വണ്ടി മറിഞ്ഞത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. റോഡ് അത്ര മോശം റോഡൊന്നുമല്ല, എങ്കിലും എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വണ്ടി ഒന്ന് പാളിപ്പോവാം. ചിലപ്പോൾ ഉറക്കം മൂലമുണ്ടാകുന്ന അപകടമാവാം, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടമാവാം, അല്ലെങ്കിൽ മറ്റു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന അപകടമാവാം. കാരണത്താലും അകാരണത്താലും ഇതുപോലുള്ള ചുരങ്ങളിൽ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമാണ്. നമ്മുടെ രാഹുൽ ദ്രാവിഡ് പറയുന്നത് പോലെ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൗട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ എത്ര കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്താലും ചില വണ്ടികൾ മറിയുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ഖേദകരമാണ്. പോകുന്ന വഴിക്ക് വണ്ടികൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു വണ്ടി മറിഞ്ഞു കിടക്കുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പകർത്തുന്നതായിരിക്കും. ണെങ്കിലും കയറിപ്പോകാൻ വളരെ പാടുപെടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഒരു ഗ്രാമമാണ്, മറ്റൊരു ഗ്രാമം കന്നുകാലികളെ മേയ്ക്കുന്ന ഈ ചുരം റോഡ് കയറിയാൽ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പെട്രോൾ പമ്പ് ഉണ്ടോ എന്ന്. ഏകദേശം വാപ്പിയിൽ നിന്ന് കയറി ഒരു 10 കിലോമീറ്ററിനിടയ്ക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നാസിക്കിന് 80 കിലോമീറ്ററോളം ഉണ്ട്. അതിനിടയിലുള്ള മറ്റൊരു പെട്രോൾ പമ്പാണ് HP-യുടെ. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ധൈര്യത്തോടെ യാത്ര ചെയ്യുക. അത്യാവശ്യത്തിന് പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട്. കാടാണെങ്കിലും ചുരമാണെങ്കിലും പെട്രോൾ പമ്പ് ഉള്ളത് വലിയൊരു അനുഗ്രഹമാണ്. വാല വണ്ടിയാണ് നമ്മുടെ വണ്ടിക്ക് തൊട്ട് മുന്നിലുള്ള വണ്ടി. ആ വണ്ടിക്ക് മുന്നിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഓവർടേക്കിംഗ് ശ്രമകരമാണ്.
സവാള ലോഡാണ് നമ്മുടെ മുന്നിലുള്ള വണ്ടിയിൽ. ഇത് എവിടെ നിന്നായിരിക്കും? പൂനെ എന്നാണോ? അല്ല, പൂനെ എന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലേ. എന്തായാലും വണ്ടി കർണാടക വണ്ടിയാണ്. ഫുള്ള് ലോഡ് സവാള. ഇതെന്താണ് ടാർപ്പായിട്ട് പോകാത്തതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും ഇറക്കാനുള്ളത് കൊണ്ടായിരിക്കും. നാട്ടിൽ നല്ല മഴയാണ് എന്നറിഞ്ഞു. ഇവിടെ മഴയൊന്നുമില്ല, തണുപ്പുണ്ട് എങ്കിലും മഴയൊന്നുമില്ല. ഇതേ നല്ല സൂര്യകാന്തിയാണോ ജമന്തിയാണോ എന്തോ അത്, അതോ വേറെ എന്തോ ആണ്. കണ്ടപ്പോൾ ജമന്തിയോ സൂര്യകാന്തിയോ തോട്ടമാണെന്ന് തോന്നിയല്ല, അത് മുളകാന്ന് തോന്നുന്നല്ലേ. മുളകാണ്, മുളകിൻ്റെ പൂവാണ്. കണ്ടോ, വാല വണ്ടിയാണ്. ഒന്നും ആയിട്ടില്ല, ചുരത്തിൻ്റെ ഒരു തുടക്കമായിട്ടേ ഉള്ളൂ. മലമുകളിലേക്ക് കയറാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു കിടിലോസ്കി കയറ്റമാണ്. വാഹനങ്ങളൊക്കെ പയ്യെ ഉരുണ്ട് കയറുകയാണ്. നല്ലൊരു വളവും കൂടാണ്. ഒരു അപകട വളവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനപ്പുറം ഒരു ചെക്ക് ഡാമാണ്, ചെറിയ ഒരു ചെക്ക് ഡാം. തുടങ്ങിയിട്ടില്ല മക്കളെ, ചുരം തുടങ്ങിയിട്ടില്ല. ചുരം തുടങ്ങുന്നതിന് മുമ്പ് ഈ അവസ്ഥയാണെങ്കിൽ വഴിയരികിൽ 2 വീലർ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. താഴ്വാരത്തുള്ള ചെറിയൊരു ടൗണാണ്. ആ ടൗണിന് മുകളിൽ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്നാന്ന് തോന്നുന്നു വളരെ വലിയ കയറ്റങ്ങളുടെ തുടക്കം. ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ആശ്വാസം ഞങ്ങൾക്ക് ലഭിച്ചത്. അത്രയേറെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴഞ്ഞ് നീങ്ങുകയായിരുന്നു. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് പകലും രാത്രിയും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ രാത്രിയായിരുന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ പകലാണ്. ഏകദേശം ഈ യാത്ര കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മണിയോടുകൂടി ഇവിടെ സൂര്യൻ അസ്തമിക്കും. ഓരോ വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്നത് മഹേന്ദ്ര ഫ്യൂരിയോയിലാണ്. എങ്കിലും കയറ്റങ്ങളൊക്കെ വലിക്കുന്നതിൽ അത്യാവശ്യം പുലിതന്നാണ് മഹേന്ദ്രയുടെ വണ്ടിയും. എയ്ഷറുണ്ട്, അശോക് ലേലനുണ്ട്, ടാറ്റ ഉണ്ട്, ഭാരത് ബെൻസ് ഉണ്ട്, നമ്മുടെ മഹേന്ദ്ര വണ്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് വണ്ടികൾ നമുക്ക് ഈ ചുരത്തിൽ കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും. ഹലിൽ ഭായ്,
എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട് ഇതുപോലുള്ള ചുരത്തിലൊക്കെ ഒന്ന് ഓടിച്ച് പഠിക്കണം. അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല. ഈ ചുരം അങ്ങോട്ട് പോകുമ്പം എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ നടക്കാത്തത് കൊണ്ട് ഞാൻ ഹലീൽ ഭായി ഏൽപ്പിച്ചാണ്. അപ്പോൾ വീണ്ടും അങ്ങോട്ടുള്ള ദൗത്യവും ഹലീൽ ഭായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം അതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ എന്നെക്കാളും തഴക്കം ചെന്ന ഡ്രൈവറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഈ ലോങ് വരുന്നത്. അപ്പോൾ എനിക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഓടിക്കണം എന്നൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാൻ കയറിയിരുന്ന് ഓടിക്കുന്നു. ഹലീൽ ഭായി എന്നെക്കാളും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഡ്രൈവറൊക്കെ തന്നെയാണ്. ഹലീൽ ഭായി ഒരു പക്ഷേ ഹെവി ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹെവി ഫീൽഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഹലീൽ ഭായിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വളരെ മനോഹരമായിട്ടാണ് ഹലീൽ ഭായി ഈ ചുരം കയറുന്നത്. സത്യത്തിൽ ചുരം തുടങ്ങിയിട്ടില്ല അല്ലേ ഹലീൽ ഭായി? സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. ഇനിയാ കിടക്കുന്നത്. ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ വിവിധ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വഴിയായിരിക്കാം. എങ്കിലും ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്കുള്ള യാത്രകൾക്കിടയിൽ പകർത്തുന്ന ദൃശ്യ ഭംഗികളാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് പോലീസിൻ്റെ ബാരിക്കേഡുകളും കാണാം. ഇവിടെ അങ്ങനെ ചെക്കിംഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ ഒന്ന് സ്പീഡ് ബ്രേക്കർ പോലെ ഒന്ന് ബ്രേക്ക് ചവിട്ടി വേണം നമുക്ക് പോകാൻ. ആളില്ലാത്ത ഒരു ടോൾ പ്ലാസയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വഴിക്ക് ഇതുവരെ ടോളൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. മെയിനായിട്ട് അഹമ്മദാബാദ് സൂറത്ത് റോഡിൽ ഒരുപാട് ടോളുണ്ടായിരുന്നു. ഈ റോഡ് എനിക്ക് തോന്നുന്നു അത്ര നല്ല റോഡല്ലാത്തത് കൊണ്ടാവാം ടോളില്ലാത്തത് എന്ന് കരുതുന്നു. ഭാവിയിൽ ടോൾ വരാൻ സാധ്യതയുള്ള ഒരു റോഡ് കൂടിയാണ്. വലതുവശത്ത് അഗാധമായ കൊക്കയാണ്. നമ്മൾ ആ ഡൗൺ റോഡിൽ നിന്നാണ് നമ്മൾ ഈ ഉയരങ്ങൾ കീഴടക്കി ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കയറാനുണ്ട്. അങ്ങനെ 3ഓളം പർവ്വതങ്ങൾ കയറി ഇറങ്ങി വേണം നാസിക്കിലേക്ക് എത്താൻ. അടുത്ത ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. വണ്ടികൾ വേഗത കുറച്ച് പോകുന്നത് കാണാം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വലതുവശത്തുണ്ട്. എന്താണെന്നറിയില്ല. ഒരുപക്ഷെ
മല നമ്മൾ കയറി ഇറങ്ങി എന്ന് വേണം പറയാൻ. അങ്ങ് ദൂരെ പിന്നെയും മല മുകളുകളാണ് കാണുന്നത്. ഏകദേശം ഒരുപാട് കിലോമീറ്ററോളം രണ്ട് സൈഡ് കാടും ചുരവും. അത് താണ്ടി വേണം നമുക്ക് നാസിക്കിലേക്ക് എത്താൻ. അങ്ങനെ ഗുജറാത്ത് RTO പാസ്സായി. തൂക്കപ്പൈസയും RTOയുടെ പേയ്മെൻറ്റും കൊടുക്കാനായിട്ട് ഇറങ്ങിപ്പോയത് കാരണം ചെക്ക് പോസ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബേത്തിലേക്ക് ഇനി 7 കിലോമീറ്റർ. ബേത്തിന് 1 കിലോമീറ്ററും കൂടെ. നല്ല പാവകളൊക്കെ വിൽക്കുന്ന ഒരു കട, ഒരു ബോർഡ് കാണാം. ബേത്ത് 1 കിലോമീറ്റർ. നാസിക്, ഷിർദി, മുംബൈ 222 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. മുംബൈക്ക് സത്യം പറഞ്ഞാൽ ഈ റോഡല്ല. മുംബൈക്ക് ഏകദേശം സൂറത്തിൽ നിന്നെങ്ങാണ്ട് 150-200 കിലോമീറ്റർ വരെ ഞങ്ങൾ അടുത്ത് വരെ എത്തിയിരുന്നു. ഞങ്ങളുടെ റൂട്ട് അതല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ഹൈവേന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. സാധാരണക്കാരുടെ ജീവിതം എവിടെ ചെന്നാലും കാണാം. സാധാരണക്കാരുടെ ജീവിതം. ഈ ഇടത്തോട്ടാണ് ബേത്ത് ടൗണിലേക്കുള്ള എൻട്രൻസ്. നമുക്ക് നേരെയാണ് നാസിക്. നാസിക് 55 കിലോമീറ്റർ. ബേത്ത് ടൗണിൽ നിന്ന് നാസിക്കിലേക്ക് വരാനുള്ള ഒരു സർവീസ് റോഡാണിത്. ഇവിടെ റോഡ് കുറച്ച് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൈറ്റ് ലൈൻ യൂസ് ചെയ്യണം. എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്ന് പറയാം. ഈ ഉള്ളതിലും ഏറ്റവും മനോഹരമായ ചുരമാണ്. ഹെയർപിൻ വളവുകളും അതുപോലെ തന്നെ താഴെയുള്ള ഗ്രാമങ്ങളുടെ ഭംഗിയും കാനന സൗന്ദര്യങ്ങളും പകർത്തി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങകരയായി
താഴെ നിന്ന് കയറി വരുന്ന വാഹനങ്ങൾ കാണാം. ചെറുതായി മഞ്ഞ് മൂടിയിട്ടുണ്ട് താഴ്വാരങ്ങളിൽ. അത് കാരണം ദൃശ്യം അത്ര വ്യക്തമല്ല. വളരെ ബാലാജിയുടെ വണ്ടിയാണ്. ബാലാജി വാഫേഴ്സിൻ്റെ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ സ്നാക്സ്, പല പല പ്രൊഡക്ട്സുകൾ ബാലാജി കമ്പനി നിർമ്മിക്കുന്നുണ്ട്. കപ്പലണ്ടി, അതുപോലെ തന്നെ മിക്സ്ചർ ഐറ്റംസ്, അങ്ങനെ പല പല ഐറ്റംസ്. പൊട്ടാറ്റോ ചിപ്സ്, പിന്നെ അതുപോലെ നമ്മുടെ കുർക്കുറെ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. നമുക്ക് കടകളിൽ ചെന്ന് സ്നാക്സ് ഐറ്റംസ് നോക്കുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് നെയിം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബാലാജിയുടെ പ്രോഡക്റ്റ്സ് അവിടെ കാണും. അവരുടെ വണ്ടിയാണ് നമ്മുടെ തൊട്ട് മുന്നിൽ. വണ്ടി പറഞ്ഞാണോ അവിടെ? ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ? വണ്ടി മറിഞ്ഞതാണെന്ന് തോന്നുന്നു. സാധനം എങ്ങോട്ടാണ് കുപ്പിച്ചില്ലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അല്ല, റോഡ് പണിയല്ലേ? ആ അതെ, മറിഞ്ഞ വണ്ടിയെന്ന് സാധനം മാറ്റി കയറ്റുക. ഓ, ഈ ഇറങ്ങി നേരെ പോയി കയറിയതാന്ന് തോന്നുന്നു കേട്ടോ. ഒരു ടോറസാണ്, ടിപ്പറാണോ അത്? ടോറസ് അല്ലേ? ടോറസ് വണ്ടി, മണലുമായി വന്ന ടോറസ് വണ്ടി കിടക്കുന്ന കിടപ്പുണ്ട്. അതിൽ നിന്ന് മണൽ വേണ്ട മറ്റൊരു വണ്ടിയിലേക്ക് പകർത്തുകയാണ്. അതാണ് ഈ ചുരത്തിൻ്റെ ഒരു പ്രത്യേകത. ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് താഴെത്താം. അങ്ങനെ ചുരത്തിനോട് നമ്മൾ വിട പറയുകയാണ്. ചുരം ഇറങ്ങിക്കഴിഞ്ഞ് നാസിക്കിലേക്ക് നമുക്കൊരു 40-50 കിലോമീറ്ററിനടുത്തുണ്ട്. അങ്ങനെ കുറേ മലനിരകൾ കറങ്ങി നമ്മൾ താഴെ എത്തി. ഇനി കയറ്റമുണ്ടോ? ഇനിയൊരു കയറ്റവും കൂടെ ഉണ്ടല്ലേ? അതെ, ഇനിയൊരു വമ്പൻ കയറ്റവും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ 3ാമത്തെ മല കയറും അല്ലേ? അതെ, 3 മലകളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കും 2 മലയെ കണ്ടോളല്ലോ. അടുത്ത നമ്മുടെ 3ാമത്തെ മലയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നേരം ഇരുട്ടി തുടങ്ങി. നമ്മുടെ 3ാമത്തതും അവസാനത്തതുമായ മലമുകൾ ലക്ഷ്യമാക്കി പോവുകയാണ്. അതിലെ ആദ്യത്തെ കയറ്റമാണ് നമ്മുടെ വാഹനം കയറുന്നത്.
ചെറിയ ഒരു ടൗണാണ്. വഴിക്കച്ചവടമാണ്. പല രീതിയിലുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, തുണിത്തരം, ചെരുപ്പ്, ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ വഴിയിലുടനീളം നമുക്ക് കച്ചവടം ചെയ്യുന്നത് കാണാം. ചെറിയൊരു ബജിക്കടയാണ്. വണ്ടിയൊക്കെ നിർത്തി ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ ടയേർഡ് അല്ലാത്തത് കൊണ്ടും നമ്മുടെ ചായയുടെ ടൈം കഴിഞ്ഞതുകൊണ്ടും പോവുകയാണ്. ഏറ്റവും വലിയൊരു ബ്ലോക്കും ഇവിടെ തുടങ്ങുകയാണ്.